Yes, sir. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ആണ് സെക്കൻഡ് സീരീസ് എന്ന്. ടൈം ടേബിൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാൻ പോർഷൻസ് പറയാം. ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കാന്റിലിവർ ബീംസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. എന്തായിരുന്നു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് വെച്ചാൽ? നമ്മൾ ഷോർട്ട് ഫോമിൽ SSD എന്ന് എഴുതാറുണ്ട്. SSB സിംപ്ലി സപ്പോർട്ടഡ് ബീം. എന്താ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് വെച്ചാൽ? ക്വസ്റ്റ്യൻ പേപ്പറിൽ SSB എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം. എന്താ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീംസ് പഠിച്ചായിരുന്നു. അതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തെല്ലാം കാന്റിലിവർ ബീംസ് ആണ്. എന്തായിരുന്നു കാന്റിലിവർ ബീമിന്റെ പ്രത്യേകത? അല്ലെങ്കിൽ ഹൗ ക്യാൻ യു ഡിഫൈൻ എ കാന്റിലിവർ ബീം? വൺ സൈഡിൽ മാത്രമേ സപ്പോർട്ട് ഉള്ളത്. വൺ സൈഡിൽ മാത്രമേ സപ്പോർട്ട് ഉള്ളത്. എന്ത് ടൈപ്പ് സപ്പോർട്ട് ആയിരിക്കും? ഫിക്സഡ് സപ്പോർട്ട് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. ഈ രണ്ട് സൈഡിലും ഫിക്സഡ് സപ്പോർട്ട് വരുന്ന ബീം ആണെങ്കിൽ അതിനെന്താ പേര് പറയുന്നത്? അതിന് പറയുന്നതാണ് ഫിക്സഡ് ബീം. രണ്ട് സൈഡിലും ഫിക്സഡ് സപ്പോർട്ട്സ് വരുന്ന ബീം ആണെങ്കിൽ, ഈ വരച്ച രണ്ട് സൈഡിലും ഫിക്സഡ് സപ്പോർട്ട്സ് വരുവാണെങ്കിൽ അതിന് ഫിക്സഡ് ബീം എന്നാ പറയുന്നത്. ഫിക്സഡ് ബീംസ്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു ഹൊറിസോണ്ടൽ ബീം ഉണ്ട്. ആ ഹൊറിസോണ്ടൽ ബീമിൽ രണ്ട് എൻഡിലും സപ്പോർട്ട്സ് ഉണ്ടാവും. ആൻഡ് ബോത്ത് സപ്പോർട്ട്സ് ആർ സിംപ്ലി സപ്പോർട്ടഡ്. സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അത് ഒരു ഹിഞ്ചഡ് സപ്പോർട്ട് ആകാം, അല്ലെങ്കിൽ ഒരു റോളർ സപ്പോർട്ട് ആകാം. ബോത്ത് എൻഡ്സ് സിംപ്ലി സപ്പോർട്ടഡ്, അതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പൊ ഈ സപ്പോർട്ട്സ് ഒന്നെങ്കിൽ ഹിഞ്ചഡ് സപ്പോർട്ട് ആകാം, അല്ലെങ്കിൽ റോളർ സപ്പോർട്ട്സ് ആകാം. അത് ഓർത്തിരിക്കുക. സിംപ്ലി സപ്പോർട്ടഡ് ബീംസിൽ രണ്ട് എൻഡിലും സപ്പോർട്ട്സ് ഉണ്ടാവും. ആ സപ്പോർട്ട് സിംപിൾ സപ്പോർട്ട്സ് ആയിരിക്കും. ഈ സപ്പോർട്ട്സിന് പറയുന്ന പേരാണ് സിമ്പിൾ സപ്പോർട്ട്സ്. സിമ്പിൾ സപ്പോർട്ട്സ്. ഈ സിമ്പിൾ സപ്പോർട്ട്സ് ഇറ്റ് ക്യാൻ ഐദർ ബി എ റോളർ സപ്പോർട്ട് ഓർ എ ഹിഞ്ചഡ് സപ്പോർട്ട്. ഇറ്റ് ക്യാൻ ഐദർ ബി എ റോളർ സപ്പോർട്ട് ഓർ എ ഹിഞ്ചഡ് സപ്പോർട്ട്. അപ്പോൾ നമുക്ക് പറയുന്നത് ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് എ ബീം ഓഫ് ലെങ്ത് L simply supported at the end A and B and carrying a point load W at the middle point C. Carrying a point load at its middle point C. ചില കേസിൽ നമുക്ക് ഇത് അതിന്റെ ഫിഗേഴ്സ് തരില്ല, പകരം എക്സ്പ്ലനേഷൻ ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫിഗർ വരച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഈ ചെയ്യുന്ന 12th ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ഫിഗറിന്റെ SFDയും BMDയും അതിന്റെ ഫൈനൽ ആൻസർ ഓർത്തിരിക്കണം. അത് പല ഹയർ സെമിസ്റ്ററിൽ പലയിടത്തും അത് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. ബീമിന്റെ സപ്പോർട്ട്സ് എയിലും ബിയിലുമാണ്. ഒരു ലോഡ് W എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? അറ്റ് ദ മിഡിൽ പോയിന്റ് C. അപ്പൊ നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. സിംപ്ലി സപ്പോർട്ട്, നമ്മളൊരു ബീം വരച്ചു. ബീമിന്റെ രണ്ട് എൻഡും സിമ്പിൾ സപ്പോർട്ട്സ് ആണ്. സപ്പോർട്ട് A, സപ്പോർട്ട് B. ഇതിനകത്ത് എന്തുണ്ട്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. യൂണിഫോംലി അല്ല, പോയിന്റ് ലോഡ് എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? എ പോയിന്റ് ലോഡ് W at its middle point C. Point load W. Point load W at the middle point C. അപ്പോൾ നമുക്ക് സപ്പോർട്ട്സ് ഉണ്ട് A, B and C. ഇതാണ് A സപ്പോർട്ട്, support B and center point C. So act in the load capital W.
ഹലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഓക്കെ. ഒരു കോള് വന്ന് നെറ്റ് കട്ടായതായിരുന്നു. സോ നമുക്ക് എ ലോഡ്, എ സപ്പോർട്ട്, ബി സപ്പോർട്ട് ആൻഡ് സെന്റർ സി. സെന്റർ സിയിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു, ഡബ്ല്യു എന്ന് പറഞ്ഞൊരു പോയിന്റ് ലോഡ്. ഇനി ലെങ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ ലെങ്ത് എത്രയായിരുന്നു കൊടുത്തിരുന്നത്? ലെങ്ത് എ ബി ലെങ്ത് ലെങ്ത് എൽ. അപ്പോ എ മുതൽ സി വരെ ഡിസ്റ്റൻസ് എന്തായിരിക്കും വരുന്നത്? L/2 ഡിസ്റ്റൻസ്. ഇത് L/2 ഡിസ്റ്റൻസ്, L/2 ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് SFDയും BMDയും വരയ്ക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ബീമിനെ നമുക്ക് എത്ര പാർട്സ് ആക്കാം? നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. എത്ര പാർട്സ് ആക്കാം? 2 parts. ഏതൊക്കെയാണ് 2 പാർട്സ്? BCയും AC. ഓക്കെ. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് AC എന്ന് പറഞ്ഞ പോർഷൻ ആണ്. AC എന്ന് പറഞ്ഞ പോർഷൻ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? AC പോർഷൻ ചെയ്യാനായിട്ട് സോ ഇത് A പോയിന്റ്, ഇത് C പോയിന്റ്. നമ്മൾ എന്താണ് AC-യുടെ ഇടയിൽ ഒരു സെക്ഷൻ കട്ട് ചെയ്തു. സെക്ഷൻ കട്ട് ചെയ്തിട്ട് ടേക്കിംഗ് A ആസ് ഒറിജിൻ, ഈ ഡിസ്റ്റൻസ് X, taking A point as origin and section XX at a distance small x. ഇനി ഇവിടെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ഒന്ന് പറയാമോ? F of x. ഇനി ഇവിടെ F of x ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സപ്പോർട്ട് റിയാക്ഷൻ RA ആൻഡ് സപ്പോർട്ട് റിയാക്ഷൻ RB. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സപ്പോർട്ട് റിയാക്ഷൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സപ്പോർട്ട് റിയാക്ഷൻസ് RA, സപ്പോർട്ട് റിയാക്ഷൻ RB. ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ സപ്പോർട്ട് റിയാക്ഷൻസ്? സോ നമുക്ക് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണുള്ളത്. ഒരു 2 ഡയമെൻഷണൽ ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിന്റെ അൺനോൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്. സിഗ്മ H is equal to 0. Sum of all horizontal forces are equal to 0. Sum of all vertical forces are equal to 0. And sum of moments are equal to 0. Sigma H is equal to 0, sigma V is equal to 0, and sigma M is equal to 0. ഈ ഇക്വേഷൻ നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ആണോ? ഓക്കെ. ഇനി സിഗ്മ എച്ച് എന്ന് വെച്ചാൽ എന്താ? തന്നിരിക്കുന്ന ബീമിലുള്ള algebraic sum of all horizontal forces are equal to 0. നമുക്ക് ഈ ഗിവൺ ബീമിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്തെങ്കിലും ഉണ്ടോ? നോക്കിയിട്ട് പറഞ്ഞേ. ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി സിഗ്മ V is equal to 0. അപ്പോൾ ഇവിടെയുള്ള വെർട്ടിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാ? നമുക്ക് സിഗ്മ V is equal to 0 എടുക്കാം. സിഗ്മ V is equal to 0. W നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നത്? Upward forces are taken as positive forces and downward forces are taken as negative forces. അപ്പോൾ നമുക്ക് upward പോകുന്ന ഫോഴ്സസ് എന്താണ്? RA ഫോഴ്സ് ആൻഡ് RB ഫോഴ്സ്. RA and RB acting upwards. അപ്പോൾ RA പ്ലസ് RB, പിന്നെന്താ ഉള്ളത്? വെർട്ടിക്കൽ ഫോഴ്സ്, പിന്നെ W എന്ന് പറഞ്ഞ ഫോഴ്സ്. W is equal to 0. അപ്പോൾ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ആർ ഈക്വൽ ടു 0. ഈക്വേഷൻ മനസ്സിലായോ? അപ്പോർഡ് പോകുന്ന ഫോഴ്സ് RAയും RBയും അതിന്റെ 2 സപ്പോർട്ട്സ് അല്ല. ആ സപ്പോർട്ട്സിലുള്ള ഫോഴ്സസ് കണ്ടുപിടിക്കണം. സപ്പോർട്ടിൽ റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യും. അതിന് പറയുന്നതാണ് സപ്പോർട്ട് റിയാക്ഷൻസ്. സപ്പോർട്ട് റിയാക്ഷൻസ് RA വാല്യൂം RB വാല്യൂം ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സപ്പോർട്ട് റിയാക്ഷൻസ് RA ആൻഡ് സപ്പോർട്ട് റിയാക്ഷൻസ് RB.
മനസ്സിലായോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ കേസിൽ ഫിക്സഡ് ബീമിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഷിയർ ഫോഴ്സ് അറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി ഈ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ആർ എ പ്ലസ് ആർ ബി, ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു W. Let it be equation number 1. ഇനി അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻ യൂസ് ചെയ്തു. ഇനി അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. സിഗ്മ എം സം ഓഫ് മൊമെന്റ് അബൌട്ട്, നമ്മൾ മൊമെന്റ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്നായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് സപ്പോർട്ട് എ ആണ്. സം ഓഫ് മൊമെന്റ് അബൌട്ട് എ is equal to 0. Sum of moment about A is equal to 0. അപ്പൊ മൊമെന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? മൊമെന്റ് is equal to, മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പറയുന്നത്? ഫോഴ്സ് ബൈ പെർപെൻഡിക്കുലർ. മൊമെന്റ് is equal to force into perpendicular distance. Force into perpendicular distance. ഇവിടെ നമുക്ക് എ പോയിന്റിന്റെ മൊമെന്റ് ആണ് കാൽക്കുലേറ്റ്. സം ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമുക്കുള്ള റിയാക്ഷൻസ് വാല്യൂസ് അല്ലെങ്കിൽ ഫോഴ്സ് വാല്യൂ എന്താണ്? ഒരു ഫോഴ്സ് ആണ് ആർ എ, പിന്നുള്ളത് ഡബ്ല്യു, പിന്നുള്ളത് ആർ ബി. ഞാൻ മൊമെന്റ് അബൌട്ട് എ എടുക്കുന്നത് കൊണ്ട് റിയാക്ഷൻ എ എടുക്കണ്ട. ബിക്കോസ് റിയാക്ഷൻ എക്ക് എന്തില്ല? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എഴുതാം ആർ എ ഇൻറ്റു 0 എന്ന് വെച്ചാൽ ആർ ഇൻറ്റു 0 കൊടുക്കാൻ കാര്യം ആർ എക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. ബിക്കോസ് നമ്മൾ മൊമെന്റ് അബൌട്ട് എ പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. മൊമെന്റ് അബൌട്ട് എ പോയിന്റ്. ഇനി അടുത്ത എന്താണ്? ഡബ്ല്യു എന്ന് പറഞ്ഞ ലോഡാണ്. ഡബ്ല്യു ലോഡിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് എ പോയിന്റ് എത്രയാ? L/2. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് മൊമെന്റ് ആണോ കോസ് ചെയ്യുന്നത്? നെഗറ്റീവ്. ബിക്കോസ് ഇതെന്താണ്? ഈ ഡബ്ല്യു എ പോയിന്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അപ്വേർഡ് ബെൻഡിങ് ആണ് കോസ് ചെയ്യുന്നത്, ഹോഗിങ് ആണ് കോസ് ചെയ്യുക. സോ മൈനസ് ഡബ്ല്യു ഇൻറ്റു L/2 മൈനസ് ഡബ്ല്യു ഇൻറ്റു L ഡിവൈഡഡ് ബൈ 2 മൈനസ് ഡബ്ല്യു ഇൻറ്റു L/2. ഇനി നമുക്കുള്ളത് എന്താണ്? ആർ ബിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് എ എന്ത് വരും? ആർ ബിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് എ എത്രയാണ്? L. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കോസ് ചെയ്യാം? മൊമെന്റ് ആർ ബി ഇങ്ങനെയാണോ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ എ പോയിന്റ് എന്താണ്? താഴത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. സാഗിങ് ആണ് കോസ് ചെയ്യുക. എ പോയിന്റ് സാഗിങ് മൊമെന്റ് ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ ആർ ബി ഇൻറ്റു L പ്ലസ് ആർ ബി ഇൻറ്റു L. അപ്പോൾ സം ഓഫ് മൊമെന്റ് അബൌട്ട് എ ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആർ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. Therefore ആർ ബി ഇസ് ഈക്വൽ ടു എന്ത് വരും? ആർ ബി ഇസ് ഈക്വൽ ടു, ആൻസർ പറഞ്ഞേ. ആർ ബി വാല്യൂ സോ ആൻസർ പറ. ആർ ബിയുടെ ആൻസർ എന്ത് കിട്ടുമെന്ന്? ഈ ടേം 0 ആയി പോയി. WL/2 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. ആൻസർ പറഞ്ഞേ. ആർ ബി ഇസ് ഈക്വൽ ടു എന്ത് വരും? ആർക്കും സോൾവ് ചെയ്യാൻ അറിയത്തില്ലേ? മാത്സ് അറിയത്തില്ലേ? WL/2 വരുമോ? ഒന്നുകൂടെ നോക്കിക്കേ. W/2. സോ ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താ വരുന്നത്? ആർ ബി ഇൻറ്റു L. WL/2 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകും. അപ്പോൾ ഇവിടെ WL/2 എന്താണ്? എല്ലും ക്യാൻസൽ ആയി പോയി. W/2. ആർ ബി ഇസ് ഈക്വൽ ടു W/2. ഇനി ആർ എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ആർ എയുടെ വാല്യൂ കിട്ടാനായിട്ട് ഇതാണ്ട് ഇക്വേഷനിൽ ആർ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഇക്വേഷൻ 1 ആർ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ ആർ എന്ത് വരും എന്ന് പറഞ്ഞേ. ഇക്വേഷൻ 1 ഇംപ്ലൈസ് അവിടെ ആർ ബിയുടെ വാല്യൂ W/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ആർ എന്ത് വരും? ആർ എ ഈസ് ഈക്വൽ ടു ആർ ബിയുടെ വാല്യൂ W/2. പറഞ്ഞോ. W/2. ആർ എ W/2, ആർ ബി W/2. ഓക്കെ. അപ്പൊ ഓർത്തിരിക്കുക, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് നമുക്ക് തരുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ SFDയുടെയും BMDയും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആർ എ വാല്യൂ ആൻഡ് ആർ ബി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് ഇതൊരു സിമെട്രിക്കൽ ബീം ആണോ അല്ലയോ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. ഇത് സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ എന്ന്. സിമെട്രിക്കൽ ബീം ആണോ അൺസിമെട്രിക്കൽ ബീം ആണോ? എന്താണ് സിമെട്രി എന്ന് വെച്ചാൽ അതിന് മുന്നേ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡ് ഇത് സിമെട്രിക്കൽ ആണോ നോക്കിയിട്ട് പറഞ്ഞേ. സോ നമ്മുടെ ഇതിന്റെ സെന്റർ എന്താണ്? സി പോയിന്റ് അല്ലേ സെന്റർ? എബൌട്ട് സി പോയിന്റ് നമ്മൾ കട്ട് ചെയ്താൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം പോർഷൻ ആയിട്ടാണോ വരുന്നത്? ആണോ? എബൌട്ട് സെന്റർ പോയിന്റ് നമ്മൾ കട്ട് ചെയ്താൽ ലെഫ്റ്റ് പോർഷനും AC പോർഷനും CB പോർഷനും എന്താണ്? ഒരേ കണക്ക് തന്നെയല്ലേ വരുന്നത്? അപ്പൊ ഇതെന്താണ്? സിമെട്രിക്കൽ ബീം ആണ്. സിമെട്രിക്കൽ ബീം. ഇനി സിമെട്രിക്കൽ ബീം ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആർ എ വാല്യൂ ആർ ബി വാല്യൂ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണ്? W എന്ന് പറഞ്ഞ ലോഡാണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. ആ Wന്റെ ഹാഫ് ആയിരിക്കും ആർ എയിലും ആർ ബിയിലും വരുന്നത്. അപ്പോൾ Wന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ആർ എയില് W/2, ആർ ബിയില് W/2. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ എഴുതാം, ഈ സ്റ്റെപ്സ് ഒന്നും ചെയ്യാതെ തന്നെ. അപ്പോൾ ആർ എ ഈസ് ഈക്വൽ ടു W/2, ആർ ബി ഈസ് ഈക്വൽ ടു W/2 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം ഇഫ് ദ ഗിവൺ ബീം ഈസ് സിമെട്രിക്കൽ ബീം. അപ്പോൾ സിമെട്രിക്കൽ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കണക്ക് ചെയ്യാനും പറ്റത്തില്ല. മനസ്സിലായോ? സിമെട്രിക്കൽ ബീം ആണെങ്കിൽ തന്നിരിക്കുന്ന ലോഡിന്റെ എക്സാക്ട് ഹാഫ് ആയിരിക്കും രണ്ട് സപ്പോർട്ടിലും ഡെവലപ്പ് ചെയ്യുന്ന സപ്പോർട്ട് റിയാക്ഷൻസ്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇനി നമ്മുടെ AC എന്ന് പറഞ്ഞ പോർഷനിലേക്ക് വരാം. AC-യിൽ നമുക്ക് ഇവിടെ ഈ റിയാക്ഷൻ എന്തായിരുന്നു? ഇവിടെ W/2. അപ്പൊ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ത് വരും എന്ന് പറഞ്ഞേ? F(x) സെക്ഷന്റെ ഏത് പോർഷനാണ് കൺസിഡർ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡ് പോർഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ എന്താണ് ഒറിജിൻ A പോയിന്റ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ O2 സെക്ഷൻ ഡിസ്റ്റൻസ് X. അപ്പോ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? നമുക്ക് ആകപ്പാടെയുള്ള ഫോഴ്സ് എന്താണ്? ആകപ്പാടെയുള്ള ഫോഴ്സ് ഏതാണ്? അപ്പോ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ W/2. ഇനി അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണോ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണോ എന്ന് പറഞ്ഞേ? നെഗറ്റീവ് ആയിട്ടാണ് തോന്നിയത്. ഈ രീതിയിലാണ് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണോ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണോ എന്ന് പറഞ്ഞേ? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. അതായത് ബീമിന്റെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ്, ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ്. ഇവിടെ എങ്ങനെയാണ്? ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് അല്ലേ? അപ്പൊ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്താണ്? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി മൊമെന്റ് അറ്റ് എക്സ് പറഞ്ഞേ. മൊമെന്റിന്റെ ഇക്വേഷൻ. മൊമെന്റ് എടുക്കുമ്പോൾ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇപ്പൊ W/2 ആണ് ഫോഴ്സ്. W/2 ഡിസ്റ്റൻസ് എന്താണ്? X ഡിസ്റ്റൻസ്. ഇപ്പൊ W/2 ഇൻറ്റു X ആണ് മൊമെന്റ് അബൌട്ട് ദ സെക്ഷൻ. ഇനി അത് പോസിറ്റീവ് മൊമെന്റ് ആണോ നെഗറ്റീവ് മൊമെന്റ് ആണോ എന്ന് പറഞ്ഞേ? പോസിറ്റീവ് മൊമെന്റ്. എന്താണ്? ഈ W/2 സെക്ഷനിലേക്ക് ഇങ്ങനെ വന്നാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? AC പോർഷൻ ഡൗൺവേർഡ് ബെൻഡ് ചെയ്യും. അതായത് സാഗിങ് കോസ്. ഇഫ് സാഗിങ് ഈസ് കോസ്ഡ്, മൊമെന്റ് ഈസ് പോസിറ്റീവ്.
ഇനി നമ്മൾ എന്താണ് എ പോയിന്റിന്റെയും സി പോയിന്റിന്റെയും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റിന്റെയും ഇക്വേഷൻ എഴുതുവാണ്. സോ ഇവിടം വരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? എഫ് എക്സിന്റെ ഇക്വേഷനും എം എക്സിന്റെ ഇക്വേഷനും. Yes, sir. ഇനി അറ്റ് എ പോയിന്റ് എക്സിന്റെ വാല്യൂ എന്താ എടുക്കണ്ടേ? ബിക്കോസ് എ ഇസ് ടേക്കൺ ആസ് ഒറിജിൻ. അപ്പോൾ അറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു 0. At A, x is equal to 0. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്ത് വരും? ഷിയർ ഫോഴ്സ് അറ്റ് എ is equal to ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനകത്ത് എക്സിന്റെ ടേം ഒന്നുമില്ല. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ is equal to W/2. ഇനി മൊമെന്റ് അറ്റ് എയുടെ വാല്യൂ എന്ത് വരും? 0. മൊമെന്റ് അറ്റ് എ 0. സോ പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കുക, സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ മൊമെന്റ് എപ്പോഴും 0 ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കണം. അത് നമ്മൾ ഇവിടെ മാത്രമല്ല ഹയർ സെമസ്റ്റേഴ്സിൽ നമ്മൾ SFD BMD വരയ്ക്കാൻ പറയുമ്പോൾ ഓർത്തിരിക്കുക, സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ഒരു കാരണവശാലും മൊമെന്റ് ഉണ്ടാകത്തില്ല. സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ ആ സപ്പോർട്ടിൽ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓർത്തിരിക്കുക, സപ്പോർട്ട് എയിൽ മൊമെന്റ് ഇല്ല. സപ്പോർട്ട് എയിൽ മൊമെന്റ് 0 ആണ്. ഷിയർ ഫോഴ്സ് അറ്റ് എ W/2. ഇനി അറ്റ് സി പോയിന്റ് സിയിലാകുമ്പോൾ എക്സിന്റെ ടേം എന്താ വരുന്നത്? സിയില് എക്സ് ഇസ് ഈക്വൽ ടു L/2. എക്സ് ഇസ് ഈക്വൽ ടു L/2. ഇനി ഇക്വേഷനകത്ത് L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഷിയർ ഫോഴ്സ് അറ്റ് സിയിൽ എക്സിന്റെ ടേം ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? W/2 എന്ന് എഴുതാം. ഇനി മൊമെന്റ് അറ്റ് സി എന്ത് വരും? W/2 into WL/4. ഈ വാല്യൂ മറക്കരുത്. മൊമെന്റ് അറ്റ് സി WL/4. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ സെന്റർ പോയിന്റിലാണ് മൊമെന്റ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് WL/4. ഈ ടേം ഒരിക്കലും മറക്കരുത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഒരുപാട് സ്ഥലങ്ങളിൽ വരും. ഈ സെമസ്റ്ററിലല്ല, നിങ്ങളുടെ ഹയർ സെമസ്റ്ററിൽ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് പോയിന്റ് ലോഡ് അറ്റ് സെന്റർ, ആ പോയിന്റ് ലോഡ് വരുന്ന പോർഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് WL/4. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Sir, മൊമെന്റ് എപ്പോഴും WL/4 ആയിരിക്കുമോ? സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരി പോയിന്റ് ലോഡ് അറ്റ് സെന്റർ ആണെങ്കിൽ WL/4 ആയിരിക്കും. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു ബീം, ഈ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണ്. സിംപ്ലി സപ്പോർട്ടഡ്. ഇതിന്റെ എക്സാക്ട് സെന്ററിൽ
ഞാൻ 100 കിലോ ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്യുന്നു. 100 കിലോ ന്യൂട്ടൺ ലോഡ്. ഈ ഡിസ്റ്റൻസ് 5 മീറ്റേഴ്സ്, ഈ ഡിസ്റ്റൻസും 5 മീറ്റേഴ്സ്. ഇപ്പൊ ഇതെന്താണ്? ഇതൊരു സിമെട്രിക്കൽ ബീം അല്ലേ? ആണോ അല്ലയോ? യെസ് സർ. സിമെട്രിക്കൽ ബീമാണ്. ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എത്ര വരും? ഇവിടുത്തെ സപ്പോർട്ട് രണ്ട് സപ്പോർട്ടിലെയും റിയാക്ഷൻസ് എത്ര വരും? 2.5. 50. 100 കിലോ ന്യൂട്ടൺ ആണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോറി. 50 കിലോ ന്യൂട്ടൺ, 50 കിലോ ന്യൂട്ടൺ, 50 കിലോ ന്യൂട്ടൺ. ഇനി ഇതിന്റെ സെന്റർ പോയിന്റ് സി, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് നമുക്ക് സോൾവ് ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. എന്ത് വരും? WL ഡിവൈഡഡ് ബൈ 4. W എന്ന് വെച്ചാൽ എന്താണ്? 100. 100 into 10 divided by 4. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ എഴുതാം. 100 into 10 divided by 4 എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. മനസ്സിലായോ? സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ എക്സാക്ട് സെന്ററിലാണ് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ മൊമെന്റ് അറ്റ് സി. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണം? ഇനി സി ബി പോർഷന്റെ മൊമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് തന്നിരുന്ന ബീം എന്താണ്? സിമെട്രിക്കൽ ബീമാണ്. സിമെട്രിക്കൽ ബീമാണ്. അതുകൊണ്ട് നമുക്ക് എയിൽ ഡെവലപ്പ് ചെയ്ത അതേ മൊമെന്റ് ആയിരിക്കും ബിയിലും ഡെവലപ്പ് ചെയ്ത്. അല്ലെങ്കിൽ ബി എന്ത് സപ്പോർട്ടാണ്? ബിയുടെ സപ്പോർട്ടിന്റെ പേരെന്താ? ഈ ബിയിൽ ഇരിക്കുന്ന സപ്പോർട്ട് എന്താ? സപ്പോർട്ടിന്റെ പേര് പറഞ്ഞു. ഫിക്സഡ് സപ്പോർട്ട് ആണോ? ഹിഞ്ചഡ് സപ്പോർട്ട് ആണോ? എന്ത് ടൈപ്പ് സപ്പോർട്ടാണ്? എന്ത് ടൈപ്പ് സപ്പോർട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? സപ്പോർട്ട് പേര് പറഞ്ഞേ. ഇത് ഫിക്സഡ് ആണോ? വൺ സെക്കൻഡ്.
ഹലോ, കേൾക്കാമോ നിങ്ങൾക്ക്? Yes, sir. ആ, കറണ്ട് പോയി നെറ്റ് കട്ടായതാണ്. സ്ലൈഡ് കാണാമോ എല്ലാവർക്കും? യെസ് സർ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു സപ്പോർട്ട് എയും സപ്പോർട്ട് ബിയും സിമ്പിൾ സപ്പോർട്ട്സ് ആണെന്ന്. പിന്നെ എന്താ നിങ്ങൾക്ക് സംശയം വരുന്നത്? അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എന്തായിരുന്നു? സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ് എ ആൻഡ് ബി എന്നാണ്. സപ്പോർട്ട് എന്താണ്? രണ്ട് സപ്പോർട്ടും സിമ്പിൾ സപ്പോർട്ട്സ് ആണ്. ഓക്കെ, പറയുന്നത് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ്ടേ സപ്പോർട്ട് എ, സപ്പോർട്ട് ബി. ഇനി നമുക്ക് ബി സി സെക്ഷൻ ചെയ്ത് നോക്കാം. ബി സി സെക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ എഴുതാം. പക്ഷേ ഇത് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുകയാണ്. സപ്പോർട്ട് ബി സി. അപ്പോൾ ബി സി പോർഷനിൽ നമുക്ക് സെക്ഷൻ കട്ട് ചെയ്യുന്ന എവിടെയാണ്? അതാണ്ടേ ബിക്കും സിക്കും ഇടയിൽ സെക്ഷൻ കട്ട് ചെയ്തു. ഇനി ഏത് പോയിന്റ് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുക്കാൻ എളുപ്പമെന്നും കൂടി പറഞ്ഞേ. സെക്ഷൻ കട്ട് ചെയ്തിട്ട് ഒന്നുകിൽ ലെഫ്റ്റ് സൈഡ് ഫുള്ള് കൺസിഡർ ചെയ്യണം, ഇല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഫുള്ള് കൺസിഡർ ചെയ്യണം. ഏത് സൈഡ് ഫുൾ എടുക്കാനാണ് നമുക്ക് പറ്റുന്നത്? എളുപ്പം ഏതാണ്? റൈറ്റ് സൈഡ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സെക്ഷന്റെ റൈറ്റ് സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ത് വരും? ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ഷിയർ ഫോഴ്സ് അത് പോസിറ്റീവ് W/2 ആണോ നെഗറ്റീവ് W/2 ആണോ എന്ന് കൂടി പറഞ്ഞേ. നെഗറ്റീവ് W/2, ബിക്കോസ് സെക്ഷന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ്. അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് W/2. ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് W/2. ഇനി മൊമെന്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? Moment at x is equal to equation പറഞ്ഞേ. Moment at x values പറ. Moment at x is equal to നമുക്ക് എന്താ സപ്പോർട്ട് ഉള്ളത്? W/2. ഡിസ്റ്റൻസ് എന്താണ്? x. അപ്പോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് W/2 ഇൻടു എക്സ്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കോസ് ചെയ്യുന്നത് മൊമെന്റ്? പോസിറ്റീവ് W/2 ആണോ നെഗറ്റീവ് W/2 ആണോ? പോസിറ്റീവ്, ബിക്കോസ് ഇതെന്താണ് ഇങ്ങനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബീം സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പൊ പ്ലസ് W/2. അപ്പൊ ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെയും ഇക്വേഷൻസ് കിട്ടി. ഇനി ഇത് ബി പോയിന്റ് ആയിരുന്നു, ഇവിടെ ആയിരുന്നു സി പോയിന്റ്. ബി പോയിന്റ് ഈസ് ടേക്കൺ ആസ് ഒറിജിൻ. അപ്പൊ therefore അറ്റ് ബി, ബിയിൽ എക്സിന്റെ വാല്യൂ എന്താ വരുന്നത്? ബി ഈസ് ടേക്കൺ ആസ് ഒറിജിൻ പോയിന്റ്. അപ്പൊ ബിയിൽ എക്സിന്റെ വാല്യൂ 0. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സിന്റെ വാല്യൂ -W/2. അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് ബി -W/2. ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനിൽ എക്സിന്റെ ടേം ഒന്നും ഇല്ല. ഇനി മൊമെന്റ് അറ്റ് ബി,
മൊമെന്റ് അറ്റ് ബി എക്സിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് എന്ത് വരും? മൊമെന്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0. മൊമെന്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0. എഴുതിയേക്കുന്ന മനസ്സിലായോ? Yes, sir. ഇനി അറ്റ് സി പോയിന്റിൽ എക്സിന്റെ വാല്യൂ എന്താ വരുന്നത്? ബി സി ലെങ്ത് എത്രയായിരുന്നു? ബി സി ലെങ്ത്, ബി ടു സി ലെങ്ത് പറഞ്ഞേ, ബി സി ലെങ്ത് എത്രയാണ്? L by 2. So BC length L by 2. Value substitute here at C point x is equal to L by 2. അപ്പോൾ shear force at C എന്ത് വരും? shear force at C ക്ക് ചേഞ്ചസ് ഒന്നുമില്ല. എന്താ വരുന്നത്? മൈനസ് W divided by 2. Bending moment at C എന്താ വരുന്നത്? Bending moment at C എന്ത് വരും? ടേമില് എക്സിന്റെ ടേമിൽ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W L divided by 2. Bending moment at C is equal to W L divided by എക്സിന്റെ വാല്യൂ എന്തായിരുന്നു? L by 2 ആയിരുന്നു. അപ്പൊ W L divided by 4. W L by 4. Bending moment at C is equal to W L by 4. ഇവിടെ എന്തായിരുന്നു കിട്ടിയത്? എ സി സെക്ഷൻ എടുത്തപ്പോഴും ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്തായിരുന്നു കിട്ടിയത്? W L ഡിവൈഡഡ് ബൈ 4. സി ബി എടുത്തപ്പോഴും നമുക്ക് കിട്ടിയ ബെൻഡിങ് മൊമെന്റ് W L ഡിവൈഡഡ് ബൈ 4. സപ്പോർട്ട് മൊമെന്റ് എന്താണ്? 0 ആണ് കിട്ടിയത്. അപ്പോൾ ഓർത്തിരിക്കുക, സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സിൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. അത് എപ്പോഴും 0 തന്നെ ആയിരിക്കും, അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരത്തില്ല. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സിൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. സ്റ്റെപ്സ് എല്ലാം ക്ലിയർ ആയിരുന്നോ? ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാത്തതുണ്ടോ? No, sir. സർ ഇവിടെ ഒറിജിനായിട്ട് എടുത്തത് ബി അല്ലേ? അതെ, ഓക്കെ. ഒറിജിൻ പോയിന്റ് ഇസ് ടേക്കൺ ആസ് ബി. ഇതാണ്ടേ, ബി എന്നാണ് എക്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. ബി എന്നാണ് എക്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതെന്താണ്? W L by 2 L by 2. ഇനി നമ്മൾ ആദ്യം വരയ്ക്കുന്ന ഏത് ഡയഗ്രമാ? നമ്മൾ ആദ്യം ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കും. ഇത് സ്ട്രൈറ്റ് ആണ് കേട്ടോ, SFD ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി എന്ത് ചെയ്യാ? ഇത് എ പോയിന്റ്, സി ബി. എയിൽ കിട്ടിയ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഓർക്കുന്നുണ്ടോ? അറ്റ് എ ഷിയർ ഫോഴ്സ് shear force at A W divided by 2. അതെന്താ? പ്ലസ് W. പ്ലസ് W ബൈ 2. പ്ലസ് W ബൈ 2 എന്ന് പറയുമ്പോൾ ബേസ് ലൈനിന് മുകളിലാണ് വരുന്നത്. അപ്പോൾ ദാണ്ടേ മുകളിലേക്ക് W ബൈ 2. ഇനി എ സി സ്പാനിൽ സി പോയിന്റ് ഷിയർ ഫോഴ്സ് നോക്കിക്കേ. അതും എന്താണ്? ഷിയർ ഫോഴ്സ് അറ്റ് സി പ്ലസ് W ബൈ 2. എ സി സ്പാൻ ആണ്. എ സി സ്പാനിൽ ഷിയർ ഫോഴ്സ് അറ്റ് എ പ്ലസ് W ബൈ 2 കിട്ടി. അത് കണക്കാണ് ഷിയർ ഫോഴ്സ് അറ്റ് സിയിൽ പ്ലസ് W ബൈ 2. പ്ലസ് ആയതുകൊണ്ട് ബേസ് ലൈനിന് മുകളിൽ, ബേസ് ലൈൻ ഏതാണ്? സി ആണ് ബേസ് ലൈൻ. അവിടെ എന്താണ്? W ബൈ 2. W ഡിവൈഡഡ് ബൈ 2. കണ്ടോ? അപ്പൊ ഇവിടെ പ്ലസ് സൈൻ മാർക്ക് ചെയ്യുക, ബിക്കോസ് അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. പ്ലസ് സൈൻ, പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ഇത്രയും വരച്ചത് മനസ്സിലായോ? Yes, sir. ഇനി അടുത്ത സി ബി പോർഷൻ നോക്കാം. സി ബി പോർഷൻ, സി ബി ഷിയർ ഫോഴ്സ് അറ്റ് സി കണ്ടോ കിട്ടിയിരിക്കുന്നത്? മൈനസ് W ബൈ 2. അപ്പോൾ സി ബി പോർഷൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ബി സി പോർഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി കിട്ടിയിരിക്കുന്നത് മൈനസ് W ബൈ 2. ഷിയർ ഫോഴ്സ് അറ്റ് സി is equal to മൈനസ് W ബൈ 2. മൈനസ് W ബൈ 2 ആണെങ്കിൽ എവിടെയാ മാർക്ക് ചെയ്യേണ്ടത്? ബേസ് ലൈനിന് താഴത്തേക്ക്, മൈനസ് W ബൈ 2. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ബി, ഷിയർ ഫോഴ്സ് അറ്റ് ബി
ഷിയർ ഫോഴ്സ് അറ്റ് ബിയും കിട്ടിയിരിക്കുന്നത് മൈനസ് ഡബ്ല്യു ബൈ ടു. അപ്പോൾ ബേസ് ലൈനിന് താഴത്തേക്ക് മൈനസ് ഡബ്ല്യു ബൈ ടു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യും. ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇത് നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, അപ്പൊ ഇത് ഡബ്ല്യു ബൈ ടു. മനസ്സിലായോ SFD വരച്ചത്? Yes, sir. ഇനി അടുത്തത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എത്ര കിട്ടിയത്? ബെൻഡിങ് മൊമെന്റ് അറ്റ് എ, നമുക്ക് ആദ്യം AC സ്പാൻ എടുക്കാം. AC സ്പാൻ നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ 0, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി WL/4. ഇത് AC സ്പാനിൽ കിട്ടിയ വാല്യൂ ആണ്. AC പോർഷനിൽ കിട്ടിയതാണ്. FC is equal to W/2, MC is equal to മൊമെന്റ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. മൊമെന്റ് അറ്റ് A is equal to 0, മൊമെന്റ് അറ്റ് C is equal to WL/4. WL/4 എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ മൊമെന്റ് അറ്റ് A 0 ആകുമ്പോൾ ബേസ് ലൈനിൽ തന്നെയാണ് മൊമെന്റ് അറ്റ് A 0. മൊമെന്റ് അറ്റ് C WL/4 പ്ലസ് ആയതുകൊണ്ട് ബേസ് ലൈനിന്റെ മുകളിൽ മാർക്ക് ചെയ്തു. എന്നിട്ടതാണ് 0 ഇന്ന് WL/4 സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ BC പോർഷനിൽ മൊമെന്റ് അറ്റ് ബിയുടെ വാല്യൂ 0 ആണ്. BC പോർഷൻ മൊമെന്റ് അറ്റ് B 0, മൊമെന്റ് അറ്റ് C WL/4. മൊമെന്റ് അറ്റ് B 0, മൊമെന്റ് അറ്റ് C WL divided by 4. So moment at B 0, moment at C WL by same point തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. So ഇത് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് WL/4, WL divided by 4. സോ ഈ ഫിഗറിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. വരച്ചത് മനസ്സിലായോ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചത് മനസ്സിലായോ? Yes, sir. എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവേ. ഡൗട്ട്സ് ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ദാണ്ടേ, the bending moment is maximum at the middle point C where the shear force changes its sign. ഈ കൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോ ഇവിടെ ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? അതാണ്ട് ഈ പോയിന്റാണ് ഷിയർ ഫോഴ്സ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറുന്നത്. ആ പോയിന്റിൽ തന്നെയാണ് എന്ത് വരുന്നത്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഈസ് മാക്സിമം അറ്റ് മിഡിൽ പോയിന്റ് സി വേർ ദ ഷിയർ ഫോഴ്സ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഷിയർ ഫോഴ്സ് 0 വരുന്ന പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരുന്നോളം. ഇത് നമുക്ക് ഹയർ സെമസ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് 0 ആകുന്നിടത്താണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആകുന്നത് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. മനസ്സിലായോ? അത് ഓർത്തിരുന്നോണം. അത് നമുക്ക് ഹയർ സെമസ്റ്റേഴ്സിൽ പല പ്രോബ്ലംസിനകത്തും ഈ ഒരു കൺസെപ്റ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണ് ഒക്കർ ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് 0 വരുന്നിടത്താണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കർ ചെയ്യുന്നത്. കേട്ടോ? മനസ്സിലായോ? Yes, sir. Yes, sir. Sir. നിങ്ങൾക്ക് റോൾ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ടോ? No, sir.